ഹലോ നമസ്കാരം ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രായമായി വരുന്തോറും മിക്കവാറും ആൾക്കാരൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കൈകളുടെ ബലക്കുറവെന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കൈകൾക്ക് ഒട്ടും ശക്തി ഇല്ലാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ കൈകൾക്കൊക്കെ വല്ലാത്ത വേദന, പെരുപ്പ്, തരിപ്പ് അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ വിരലുകൾ പോലും ഒന്ന് മടക്കാനോ നീക്കാനോ പറ്റാത്ത അവസ്ഥ, അതേപോലെ തന്നെ ഒരു ചെറിയ ഭാരം പോലും എടുത്ത് പൊക്കാൻ വയ്യാത്ത അവസ്ഥ, ഇങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കുറച്ച് വ്യായാമങ്ങളാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ചെയ്താൽ മതി. ദിവസവും ഒരു 10 മിനിറ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കൈകൾക്കൊക്കെ നല്ല സ്ട്രെങ്ത് കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കൈകൾക്കുണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറി കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എക്സസൈസ് എന്താണെന്ന് അറിയോ? നിങ്ങളുടെ കൈകൾ ഇങ്ങനെ നിവർത്തി വെക്കുക. ഓക്കെ, നിങ്ങളുടെ മുട്ട് ഇതാണ്ട് ഈ ഒരു ഭാഗമൊക്കെ നിവർത്തി ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം നിങ്ങളുടെ ഫിംഗർ ഉണ്ടല്ലോ, ഇതാ ഇതേപോലെ മുട്ടി ചുരുട്ടുക. കണ്ടില്ലേ, നല്ല ശക്തിയായിട്ട്. 1 നിവർത്തുക, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതേപോലെ നിങ്ങളൊരു 3 സെറ്റാണ് ചെയ്യേണ്ടത്. അപ്പം പ്രത്യേകം ഓർക്കുക, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ ഈ ചെയ്ത കണക്ക് തന്നെ ചെയ്യണം. ഓക്കെ, നിവർത്തുക, കൈ സ്ട്രൈറ്റ് ആക്കുക, വിരലുകളെല്ലാം ഇങ്ങനെ നിവർത്തി പിടിക്കുക, വിടർത്തി പിടിക്കുക. അതിനുശേഷം നല്ല ശക്തിയായിട്ട് മുഷ്ടി ചുരുട്ടുക, സാവധാനം റിലീസ് ചെയ്യുക. മുഷ്ടി ചുരുട്ടുക, സാവധാനം റിലീസ് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ 3 സെറ്റ് ചെയ്യുക. 10 റെപ്പിറ്റേഷൻ്റെ 3 സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഈ വിരലുകളൊക്കെ നല്ല സ്ട്രോങ് ആക്കാനൊക്കെ ഈ ഒരു എക്സസൈസ് സഹായിക്കും. നിങ്ങളുടെ ഗ്രിപ്പ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം വെയിറ്റ് ഒക്കെ എടുത്ത് പൊക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഗ്രിപ്പ്, ആ ഒരു സ്ട്രെങ്ത് ഒക്കെ കിട്ടാനായിട്ടൊക്കെ ഇത് സഹായിക്കും. നമുക്ക് രണ്ടാമത്തെ എക്സസൈസ് ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ എക്സസൈസ് ചെയ്യാനായിട്ട് കൈകൾ നമുക്ക് നിവർത്തി പിടിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ എൽബോ സ്ട്രെയിറ്റ് ആയിരിക്കണം. നിവർത്തി ഇതനൊക്കെ പിടിച്ചതിന് ശേഷം കൈ ഇതനൊക്കെ മുഷ്ടി ചുരുട്ടി പിടിക്കുക. ഇതേപോലെ കണ്ടില്ലേ? അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ 1, 2 ഹോൾഡ് ചെയ്യുക, 3 ഹോൾഡ്, 4, 5 good, 6, 7 very good, 8, 9, 10. ഇത് കണക്ക് നിങ്ങൾ 10 വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്യുക. അപ്പോൾ പ്രത്യേകം ഓർക്കുക, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. മുഷ്ടി ചുറ്റി പിടിക്കുക, സാവധാനം താഴോട്ട് 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1, 2. ഓക്കെ, എക്സസൈസ് നോക്കാം. അടുത്ത എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ കൈകൾ ഇതേപോലെ ഇങ്ങനെ പിടിക്കുക. കണ്ടില്ലേ? നല്ല ശക്തിയായിട്ട് ബലത്തിൽ ഇങ്ങനെ പിടിച്ച് കൈ സ്ട്രെയിറ്റ് ആക്കുക. ഇതേപോലെ. ഓക്കെ, അതിനുശേഷം 1, 2 വെരി ഗുഡ്, 3 സ്ട്രെയിറ്റ് ആവണം, കൈ ഇതേപോലെ സ്ട്രെയിറ്റ് ആക്കുക. 4, 5, 6, 7,
8, 9, 10. അപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ ലൂസായിട്ട് പിടിച്ചുകൊണ്ട് ചെയ്യരുത്. ഇങ്ങനെ ചെയ്യരുത്. നല്ല ശക്തിയായിട്ട് നല്ല ബലത്തിൽ അമർത്തി പിടിക്കുക കൈ. അതിനെ തന്നെ അല്പം ശക്തി കൊടുത്തുകൊണ്ട് മുകളിലോട്ട് ഇതേപോലെ ഇത്രത്തോളം ഉയർത്തുക. നല്ല ശക്തി കൊടുത്തുകൊണ്ട് തിരിച്ചു കൊണ്ടുപോവുക. ഓക്കെ, 10 റെപ്പറ്റേഷന്റെ 3 സെറ്റാണ് ഇത് ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ ഈ ബൈസെപ്സിന്റെ, അതായത് ഈ ഒരു ഭാഗത്തെ മസിൽസിനെയൊക്കെ സ്ട്രോങ് ആക്കും. അതോടൊപ്പം തന്നെ ഈ ഫോർ ആംസിന്റെ മസിൽസിനും വളരെ നല്ലതാണ്. അടുത്ത വ്യായാമം എന്ന് പറയുന്നത്, നിങ്ങളുടെ കൈകൾ ഇതിനൊക്കെ നിവർത്തി പിടിക്കുക. ദാ ഇതേപോലെ, കണ്ടില്ലേ? ഇതേ കണക്ക് നിവർത്തി പിടിക്കുക. അതിനുശേഷം 1, 2, സാവധാനം, 3, വെരി ഗുഡ്, 4. എല്ലാ മൂവ്മെന്റ്സുകളും വളരെ സ്ലോയിലായിരിക്കണം. നമ്മുടെ കൈകളുടെ മസിൽസിന് നല്ല രീതിയിൽ ടെൻഷൻ ആവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ചും ഈ ഫോർ ആംസിന്റെ മസിൽസിനൊക്കെ. ഓക്കെ, നമ്മുടെ ഈ ഫോർ ആംസ് ഒക്കെ വീക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് കൈകൾക്കൊക്കെ ഉള്ള ബലമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പം അതുകൊണ്ട് ഈ ഫോർ ആംസിന്റെ മസിൽസ് ഒക്കെ നല്ല സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സസൈസുകളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതേ കണക്ക് നിങ്ങൾ 10 റെപ്പിറ്റേഷന്റെ 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഒരു 4-5 എണ്ണമൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഒരു പെയിൻ ഒക്കെ ഈ ഫോർ ആംസിന്റെ പ്രത്യേകിച്ച് ഈ ഒരു മസിലിലൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവുന്ന നിലയിൽ നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ഓക്കെ, നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ കുറച്ച് ദിവസമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ ഈ എൽബോ ഈ ഭാഗം നമ്മുടെ ഫോർ ആംസിന്റെ മസിൽസ് ഒക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആയി തുടങ്ങും. അപ്പോൾ ഇനി ഒരു എക്സസൈസും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നിങ്ങൾ ഇതേ കണക്ക് കൈ പിടിക്കുക. ഓക്കെ, ഇത് കണക്ക് കൈ പിടിച്ചതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, മുട്ട് മടക്കരുത്. അതിനുശേഷം ഇതേപോലെ 1, 2, 3, 4, വെരി ഗുഡ്, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പം ഈ 5 വ്യായാമങ്ങൾ നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ കൈകളുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഈ റെപ്പിറ്റേഷൻ എല്ലാം കൃത്യമായിട്ട് ചെയ്യുക. 10 എണ്ണം വെച്ചിട്ട് 3 സെറ്റ് എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം. രാവിലെയും വൈകുന്നേരവും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന എക്സസൈസുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ ബൈ.